Hello my dear students, welcome back to Emerging Trends in Management Session 19. നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അതാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. 5 ഇമ്പോർട്ടൻസ് നമ്മൾ കണ്ടിരുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, മീറ്റിംഗ് ദ കസ്റ്റമർ എക്സ്പെക്ടേഷൻസ്, പിന്നെ കോസ്റ്റ് ഷെയറിംഗ്, പിന്നെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, പിന്നെ ക്രിയേറ്റിംഗ് കസ്റ്റമർ വാല്യൂ ആൻഡ് മേജർ കമ്പണൻസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അങ്ങനെ 5 ഇമ്പോർട്ടൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു അല്ലേ. ഇനി നമുക്ക് ഈ ഇന്നത്തെ സെഷനിൽ ഇമ്പോർട്ടൻസിൽ ലാസ്റ്റ് ഒരു പോയിന്റ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് ദ ടൂൾ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഏതൊരു ബിസിനസ് ഓപ്പറേഷന്റെ സക്സസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡേൺ ടൂളാണ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോഴ്സ് ഓഫ് ആക്ഷൻ യൂസ് ടു അറ്റൈൻ എ പ്രീ ഡിറ്റർമിൻഡ് ഗോൾ ഓർ ഒബ്ജക്റ്റീവ്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാൻ ആണ് സ്ട്രാറ്റജി. നമുക്കറിയാം പ്ലാനിങ് തന്നെ എന്താണ്, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ, അതാണ് പ്ലാനിങ്. സ്പെസിഫിക് ആയിട്ടുള്ള അത്തരത്തിലുള്ള പ്ലാനിങ് ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്താലും ചിലപ്പോൾ അതുപോലെ തന്നെ അത് നടക്കണം എന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ അത് നടന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് കിട്ടണം എന്നില്ല. സോ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ സഡൻ ആയിട്ട് ഉണ്ടാക്കുന്ന പ്ലാനിങ് ആണ് എന്ത്, സ്ട്രാറ്റജിക് പ്ലാനിങ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള സ്ട്രാറ്റജിക് പ്ലാനിങ് ഇല്ലാതെ നമ്മുടെ ബിസിനസ് ഓപ്പറേഷനിൽ നമുക്ക് സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള മാനേജ്മെന്റ് ഒരുപാട് കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. ലൈക്ക് വിഷൻ ആൻഡ് ഗോൾസ് അത് ഫോർമുലേറ്റ് ചെയ്യുക, എൻവയോൺമെന്റൽ അനാലിസിസ് അല്ലെ, നമ്മളുടെ കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ലെ നമുക്ക് ചുറ്റുപാടുണ്ട് നമ്മളുടെ ബിസിനസ്സിന്റെ. അപ്പൊ അതിന്റെ അനാലിസിസ്, അതാണ് നമ്മുടെ സോട്ട് അനാലിസിസ്, അത്തരത്തിലുള്ള ഒരു അനാലിസിസ് ആണ്. സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ് അല്ല, സ്ട്രെങ്ത് വീക്ക്നെസ്സും നമ്മളുടെ കൺട്രോളബിൾ ഫാക്ടേഴ്സും, ഓപ്പർച്യൂണിറ്റീസ് ത്രെറ്റ്സും നമ്മളുടെ നോൺ കൺട്രോളബിൾ ഫാക്ടേഴ്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള എൻവയോൺമെന്റൽ അനാലിസിസ്, പിന്നെ നമ്മളുടെ കോമ്പിറ്റൻസി, അത് എങ്ങനെ പ്ലാൻ ചെയ്യേണ്ടത്, അതുപോലെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പ്രത്യേകമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യുക, അതിന്റെ പീരിയോഡിക് ആയിട്ടുള്ള ഇവാലുവേഷൻ നടത്തുക, ഇതെല്ലാം സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മളുടെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് നമുക്കറിയാം അത് പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗുഡ്സ് ഡെലിവറി ആൻഡ് സർവീസസ് ചെയ്യുന്നതാണല്ലോ. അപ്പൊ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ലോജിസ്റ്റിക്സ് മാനേജ്മെന്റും ഈ സ്ട്രാറ്റജി മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമ്മുടെ കസ്റ്റമറുടെ വാല്യൂ ഹൈ ആക്കാനായിട്ട്, പോസിബിൾ ആയി ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ് കൊണ്ടുവരാനായിട്ടും ഈ പറയുന്ന ലോജിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രാറ്റജീസ് അവരുടെ മിഷൻ ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്, ലോജിസ്റ്റിക്സും എന്താണ് നമ്മളുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഒരു ടൂളാണെന്ന് പറയാം. സോ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ ലോജിസ്റ്റിക്സ് ഫംഗ്ഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ, അത് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റും ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതും തീർച്ചയായിട്ടും നമ്മളുടെ ബിസിനസിന്റെ സക്സസിലേക്ക് നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ലോജിസ്റ്റിക്സിന്റെ ലാസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പൊ അതോടെ നമ്മളുടെ ലോജിസ്റ്റിക്സിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബിസിനസ് ലോജിസ്റ്റിക്സ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഒരു കൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ബിസിനസ് ലോജിസ്റ്റിക്സ്. എനിക്ക് തോന്നാം എന്താണ് ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ബിസിനസ് ലോജിസ്റ്റിക്സ്, ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ? പിന്നെ എന്താ ഇത്? ശരിയാണ്, ഇതൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഈ പറയുന്ന ബിസിനസ് ലോജിസ്റ്റിക്സ് അതിന്റെ ആക്ടിവിറ്റിയാണ്. ഞാൻ ഒന്നൊരു വ്യക്തമാക്കി പറഞ്ഞുതരാം. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്.
അതിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡ്രൈവിംഗ്. ഡ്രൈവിംഗ് ഇസ് ആൻ ആക്ടിവിറ്റി ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. സോ വിത്തൗട്ട് ഡ്രൈവിംഗ് ദർ ഇസ് നോ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ ഒരു ആക്ടിവിറ്റിയാണ് എന്ത്? ബിസിനസ് ലോജിസ്റ്റിക്സ്. അപ്പൊ ഇങ്ങനെയുള്ള ബിസിനസ് ലോജിസ്റ്റിക്സിന് രണ്ട് ആക്ടിവിറ്റിയുടെ കോമ്പിനേഷൻ ആണ് വരുന്നത്. ഒന്ന് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, പിന്നെ ഒരെണ്ണം ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ്. അപ്പൊ എന്താണ് ഇൻബൗണ്ട് ആൻഡ് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ്? നോക്കൂ, ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് പ്ലസ് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് ഇസ് ഈക്വൽ ടു ബിസിനസ് ലോജിസ്റ്റിക്സ്. അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം. അതിൽ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോയും ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഔട്ട്ഫ്ലോയാണ്. ഒരു ഓർഗനൈസേഷനുള്ളിൽ ഇൻഫ്ലോ ആയിട്ട് വരുന്ന എന്താണ്? റോ മെറ്റീരിയൽസ്. ഔട്ട്ഫ്ലോ ആയിട്ട് പോകുന്ന എന്താണ്? ഫിനിഷ് ഗുഡ്സ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഫ്ലോ ആണ് എന്ത്? നമ്മളുടെ മൊത്തത്തിലുള്ള ബിസിനസ് ലോജിസ്റ്റിക്സ്. അപ്പൊ അതിന്റെ ഒരു ഡെഫിനേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഫ്ലോയുടെ 7 റൈറ്റ്സ് ആണ് അത് പ്രതിപാദിക്കുന്നത്. എന്താണ് ഈ 7 റൈറ്റ്സ് എന്ന് പറയുന്നത്? റൈറ്റ് ഐറ്റം, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് പ്രൈസ്, റൈറ്റ് കണ്ടീഷൻ ആൻഡ് റൈറ്റ് കസ്റ്റമർ. അതാണ് ഈ 7 റൈറ്റ്സ്. സപ്പോസ് ഇപ്പൊ സപ്ലൈ നടക്കുന്ന മാനുഫാക്ചർക്ക് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യണം, ഫ്ലോ വരുന്നു. അത് ഈ ബിസിനസ് ലോജിസ്റ്റിക്സ് ആണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആ റോ മെറ്റീരിയൽ, അതാണ് ഏത് റോ മെറ്റീരിയൽ ആണ് അതാണ് റൈറ്റ് ഐറ്റം. അതിൽ എത്ര ക്വാണ്ടിറ്റി ആണോ അതാണ് റൈറ്റ് ക്വാണ്ടിറ്റി. അത് ഏത് സമയത്താണോ മാനുഫാക്ചർക്ക് വേണ്ടത് അതാണ് റൈറ്റ് ടൈം. അത് ഏത് സ്ഥലത്താണ് മാനുഫാക്ചർക്ക് വേണ്ടത് അതാണ് റൈറ്റ് പ്ലേസ്. അത് ഏത് പ്രൈസിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അതേ പ്രൈസിൽ തന്നെ കൊടുക്കണം. അത് ഏത് നല്ല കണ്ടീഷനിലാണോ അതേ കണ്ടീഷനിൽ കൊടുക്കണം. ഇവിടെ ആ കസ്റ്റമർ എന്ന് പറയുന്നത് മാനുഫാക്ചർ. അതുപോലെ തന്നെ നമ്മളുടെ മാനുഫാക്ചർ എന്നും കസ്റ്റമറിലേക്കുള്ള ഫിനിഷ് ഗുഡ്സ് കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. റൈറ്റ് ഐറ്റം എന്ന് പറയുന്നത് ഫിനിഷ് ഗുഡ്സ് ആണ്. റൈറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്ര ക്വാണ്ടിറ്റിയാണ് കസ്റ്റമർ ആവശ്യപ്പെടുന്നത്. റൈറ്റ് ടൈം, ഏത് സമയത്താണ് കസ്റ്റമർക്ക് അത് വേണ്ടത്. റൈറ്റ് പ്ലേസ്, ഏത് സ്ഥലത്താണ് കസ്റ്റമർക്ക് അത് വേണ്ടത്. റൈറ്റ് പ്രൈസ്, MRP പ്രൈസ് എത്രയാണ് ഫിക്സ് ചെയ്തത് അതേ പ്രൈസിൽ. റൈറ്റ് കണ്ടീഷൻ, ആ പ്രോഡക്റ്റിന് അത് ഉണ്ടാക്കിയപ്പോൾ അതേ കണ്ടീഷൻ തന്നെയായിരിക്കും കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. പിന്നെ റൈറ്റ് കസ്റ്റമർ, അത് ആരാണ് ഓർഡർ ചെയ്തത് അതേ കസ്റ്റമർ. അപ്പൊ അതാണ് 7 റൈറ്റ്സ്. അപ്പോ ബിസിനസ് ലോജിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ നമുക്ക് പറയാം. It is defined as having the right item in the right quantity, at the right time, at the right place, for the right price, in the right condition, to the right customer. Okay, so അതാണ് ബിസിനസ് ലോജിസ്റ്റിക്സ്. അപ്പൊ ഇങ്ങനെയുള്ള ബിസിനസ് ലോജിസ്റ്റിക്സ് എങ്ങനെയാണ് നമ്മളുടെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ ആക്ടിവിറ്റി ആയിട്ട് മാറുന്നത് എന്നുള്ളത് നോക്കാം. ഈ ബിസിനസ് ലോജിസ്റ്റിക്സിനെ നമുക്ക് ഒരു കോംപ്രിഹെൻസീവ് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു ഏകോപിപ്പിക്കുന്ന ഒരു സംരംഭമായിട്ട് കൺസിഡർ ചെയ്യാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് ലോജിസ്റ്റിക്സിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്, ഇൻവെന്ററി, പാക്കേജിങ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ഇൻഫർമേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ എലമെന്റ്സിനെയും ഒരു ഐഡിയൽ കോമ്പിനേഷനിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ആര്? നമ്മുടെ ബിസിനസ് ലോജിസ്റ്റിക്സ്. അപ്പൊ അങ്ങനെ ഐഡിയൽ കോമ്പിനേഷനിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഗുണം നമ്മുടെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിനാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സക്സസ് ആവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഈ ബിസിനസ് ലോജിസ്റ്റിക്സ് അതിന്റെ എലമെന്റ്സിനെ ഐഡിയൽ കോമ്പിനേഷനിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ അത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ സക്സസ് മാത്രമല്ല, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിനെ ഒരു റിവാർഡിംഗ് ജോബായിട്ടും കൂടി അത് മാറ്റി തീർക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ബിസിനസ് ലോജിസ്റ്റിക്സ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഈ ഐഡിയൽ കോമ്പിനേഷനിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് പറഞ്ഞത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ടി നമ്മൾ ഒത്തിരി പ്ലാനിങ് നടത്തണം, അത് ഇംപ്ലിമെന്റ് ചെയ്യണം, അത് കൺട്രോൾ ചെയ്യണം. അതാണ് നെക്സ്റ്റ് പറയുന്നത്. എന്താണ്? ബിസിനസ് ലോജിസ്റ്റിക്സ് ഇസ് ദ പ്ലാനിങ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ഓൾ ആക്ടിവിറ്റീസ്. ഇവിടെ ഓൾ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? നമ്മുടെ ട്രാൻസ്പോർട്ടേഷനും വെയർ ഹൗസിങ്ങും ഇൻവെന്ററിയും അതുപോലെ നമ്മുടെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങും അതുപോലെ നമ്മുടെ പാക്കേജിംഗ് ഒക്കെയാണ്. ഓക്കെ, ഇൻ ഓർഡർ ടു ഫുൾഫിൽ ദ ഫ്ലോ ഓഫ് പ്രോഡക്റ്റ് ഫ്രം ദ raw material stage to the final consumption stage along with the flow of information. Clear idea? And providing
higher level of customer service at a reasonable cost. അതാണ് എന്ത് നമ്മളുടെ ബിസിനസ് ലോജിസ്റ്റിക്സ്. അപ്പൊ എന്താണ് ബിസിനസ് ലോജിസ്റ്റിക്സ്, ഇതെങ്ങനെയാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കണം എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, ഓക്കെ, നമ്മുടെ ഇപ്പോൾ ബിസിനസ് ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ ശരിക്കും നമ്മളുടെ ബിസിനസ് കൺസേണിൽ ഈ പ്രോഡക്റ്റ് ഓർഡറിങ് അതിന്റെ ഡെലിവറി ടൈം ഇത് തമ്മിൽ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ റെഡ്യൂസ് കോസ്റ്റിൽ ഫോം ചെയ്യുകയും ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ലോജിസ്റ്റിക്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം. അപ്പൊ ബിസിനസ് ലോജിസ്റ്റിക്സിൽ നമ്മളുടെ ബിസിനസ് കൺസേണിൽ ഒരു കസ്റ്റമർ ഓർഡർ വന്നാൽ ആ കസ്റ്റമർ ഓർഡറും ഡെലിവറി ടൈം തമ്മിലുള്ള ടൈമിംഗ് റെഡ്യൂസ് ചെയ്ത് കസ്റ്റമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ റെഡ്യൂസ്ഡ് കോസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് നമ്മളുടെ എന്ത് ബിസിനസ് ലോജിസ്റ്റിക്സ്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് മൂവ് ചെയ്യുന്നത് കൺസെപ്റ്റ്സ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. നമ്മൾ സപ്ലൈ ചെയിനിലും കൺസെപ്റ്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഇപ്പം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനിലും ഇപ്പോൾ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സംഗതിയായിട്ട് മാറിയിരിക്കുകയാണ്. അതിന്റെ റീസൺസ് നമ്മൾ കണ്ടിരുന്നു. അപ്പം ഓരോ ഓർഗനൈസേഷൻസിനും ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് അവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ ഫോം ചെയ്യാം. അത് ചില കൺസെപ്റ്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ അതിനാണ് കൺസെപ്റ്റ്സ്. ഓക്കെ, സോ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് പെർഫോം ചെയ്യാനായിട്ട് ഓരോ ഓർഗനൈസേഷൻസും അവരുടേതായിട്ടുള്ള അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ചില കൺസെപ്റ്റ്സിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അത് പെർഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ കുറച്ച് കൺസെപ്റ്റ്സ് ആണ് പഠിക്കാനുള്ളത്. നമ്മുടെ സപ്ലൈ ചെയിനിന്റെ അതേ കൺസെപ്റ്റ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ആ കൺസെപ്റ്റ്സിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഓരോ ഓർഗനൈസേഷനും ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് പെർഫോം ചെയ്യുന്നത്. ചിലപ്പോൾ ഈ കൺസെപ്റ്റ്സിന്റെ കോമ്പിനേഷനും ആവാം കേട്ടോ. അങ്ങനെയാണ് ലോജിസ്റ്റിക്സ് കൺസെപ്റ്റ്സ് വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സിസ്റ്റംസ് കൺസെപ്റ്റ്. എന്താണ് സിസ്റ്റംസ് കൺസെപ്റ്റ്? സിസ്റ്റംസ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മളുടെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിനെ മൊത്തത്തിൽ ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. ആ സിസ്റ്റത്തില് നമുക്ക് നമ്മുടെ ലോജിസ്റ്റിക്സിന്റെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. നേരത്തെ പറഞ്ഞില്ലേ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്, ഇൻവെന്ററി, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, പാക്കേജിംഗ്, പിന്നെ അതുപോലെ തന്നെ ഇൻഫർമേഷൻ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ ഓരോ ആക്ടിവിറ്റീസിനെ നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ ആ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ സബ് സിസ്റ്റംസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഈ ഓരോ സബ് സിസ്റ്റംസും വളരെ എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്ത് നമ്മുടെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു, നമ്മളുടെ കസ്റ്റമേഴ്സിന് ടൈംലി ഡെലിവറി ഓഫ് ഗുഡ്സ് റെഡ്യൂസ്ഡ് കോസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ അതാണ് എന്ത് സിസ്റ്റംസ് കൺസെപ്റ്റ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ അവര് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഒരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ സിസ്റ്റത്തിന്റെ സബ് സിസ്റ്റംസ് ആണ് എന്തൊക്കെ? ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്, പാക്കേജിംഗ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ഇൻവെന്ററി, അതൊക്കെ. ഓക്കെ, അപ്പൊ ആ ഓരോ സബ് സിസ്റ്റംസും എന്ത് ചെയ്യുന്നുണ്ട്, വളരെ എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്യാം. എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്ത് നമ്മളുടെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് അതിന്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ ആ കോൺട്രിബ്യൂഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മളുടെ കസ്റ്റമേഴ്സിന് ടൈംലി ഡെലിവറി ഓഫ് ഗുഡ്സ് അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് എന്ത് സിസ്റ്റംസ് കൺസെപ്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ്. അതായത് എത്രയുള്ളൂ, ലോജിസ്റ്റിക്സിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, പാക്കേജിംഗ്, അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിനെല്ലാം ആക്ച്വലി എന്താണ് കോസ്റ്റ് വരുന്നുണ്ട് അല്ലേ? വെയർ ഹൗസിംഗിന് കോസ്റ്റ് വരുന്നുണ്ട്, ഇൻവെന്ററിക്ക് കോസ്റ്റ് വരുന്നുണ്ട്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗിന് കോസ്റ്റ് വരുന്നുണ്ട്, പാക്കേജിങ്ങിന് കോസ്റ്റ് വരുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷന് കോസ്റ്റ് വരുന്നുണ്ട്.
അപ്പോ ഇങ്ങനെയുള്ള ഓരോ ആക്ടിവിറ്റീസിന്റെയും ഇൻഡിവിജ്വൽ കോസ്റ്റ് കണക്കാക്കാതെ അതിന്റെ എല്ലാം മൊത്തത്തിലുള്ള കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ട് ആ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റിനെ നമുക്ക് ഏറ്റവും മിനിമം എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കിക്കൊണ്ട് അതിലൂടെ നമ്മൾ കോസ്റ്റ് റിഡക്ഷൻ കൊണ്ടുവരിക. അതാണ് ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ നമുക്ക് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണ്? വെയർ ഹൗസിംഗ് ഉണ്ട്, ഇൻവെന്ററി ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, മെറ്റീരിയൽ ഹാൻഡ്ലിങ്സ് ഉണ്ട്, പാക്കേജിംഗ് ഉണ്ട്, അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ഓരോ ആക്ടിവിറ്റീസിനും അതിൻ്റെതായിട്ടുള്ള കോസ്റ്റ് ഉണ്ടല്ലോ, കോസ്റ്റ് ഫോർമേഷൻ ഉണ്ട്. അപ്പൊ ഓരോ ആക്ടിവിറ്റീസിന്റെയും അതിന്റെ കോസ്റ്റ് സെപ്പറേറ്റ് കണക്കാക്കാതെ എല്ലാ ആക്ടിവിറ്റീസിന്റെയും എല്ലാ കോസ്റ്റും ഒരുമിച്ചാക്കിയിട്ട് ആ ഒരുമിച്ചുള്ള കോസ്റ്റ് നമുക്ക് എത്ര മിനിമം കുറയ്ക്കാം, അങ്ങനെ കുറച്ച് കോസ്റ്റ് റിഡക്ഷൻ കൊണ്ടുവരിക. അതാണ് എന്ത്? ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ്. ഓക്കെ, ഇനി മൂന്നാമത്തേതാണ് ട്രേഡ് ഓഫ് കൺസെപ്റ്റ്. ട്രേഡ് ഓഫ് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ലോജിസ്റ്റിക്സിന്റെ ആക്ടിവിറ്റീസില് ചില സമയത്ത് ചില ആക്ടിവിറ്റീസിന്റെ വേറെ ഓപ്ഷൻസ്, ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടാവാം. അതുപോലെ ചിലപ്പോൾ ചില ആക്ടിവിറ്റീസ് നമുക്ക് വേണ്ട എന്നും വെക്കാം. ആ രീതിയിൽ നമ്മളുടെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിനെ കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കുക. അതാണ് ട്രേഡ് ഓഫ് കൺസെപ്റ്റ്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫോർ എക്സാമ്പിൾ പല ഡിഫറെന്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അല്ലെ? ചിലപ്പോ നമ്മളുടെ ഇപ്പൊ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഏറ്റവും വലിയ എയിം എന്താണ്? ഈ പറയുന്ന ക്വിക്ക് ഡെലിവറി ഓഫ് ഗുഡ്സ് ഇൻ ടൈം അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ് ആണല്ലോ. അപ്പം ഏറ്റവും ക്വിക്ക് ആയിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ ഏത് ട്രാൻസ്പോർട്ടേഷൻ മോഡാണ് വേണ്ടത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ആക്ടിവിറ്റി നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസിനെ കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കാം, കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ചൂസ് ചെയ്തുകൊണ്ട്. അങ്ങനെയാണ് നമ്മൾ ട്രേഡ് ഓഫ് കൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്താണ്, ട്രേഡ് ഓഫ് കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ ലാസ്റ്റ് ഒരു കൺസെപ്റ്റ് ആണ് പ്രോഫിറ്റ് കൺസെപ്റ്റ്. നമുക്കറിയാം നമ്മുടെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ മേജർ കമ്പണന്റ് ആണ്. ഇവിടെ കോസ്റ്റ് റിഡക്ഷൻ വേണം, പ്രോഫിറ്റ് മാക്സിമൈസേഷനും വേണം. അപ്പം നമ്മളുടെ ലോജിസ്റ്റിക്സ് ഈ പ്രോഫിറ്റ് കൺസെപ്റ്റ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് അതിന്റെ എല്ലാ എലമെന്റ്സിന്റെയും കോസ്റ്റ് എത്ര മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും റെഡ്യൂസ് ചെയ്ത് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കി തരണം. അതിലേക്കാണ് അവര് ഗോൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ അങ്ങനെ ആ ഒരു മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ ലോജിസ്റ്റിക്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രോഫിറ്റ് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാവുന്നത് ഇങ്ങനെയാണ്: ആ ബിസിനസ് കൺസേണിൽ ആ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കൊണ്ടുവരണം. ഓക്കെ, അതാണ് പ്രോഫിറ്റ് കൺസെപ്റ്റ്. അപ്പൊ ചില ഓർഗനൈസേഷൻ ഈ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, ഇനി ചില ഓർഗനൈസേഷനോ ടോട്ടൽ ട്രേഡ് ഓഫ് കൺസെപ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. വേറെ ചിലത് ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ് ആയിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്. വേറെ സിസ്റ്റം കൺസെപ്റ്റും യൂസ് ചെയ്യാം. ചിലപ്പോൾ ഇതിന്റെയൊക്കെ കോമ്പിനേഷൻസും യൂസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ ഈ ലോജിസ്റ്റിക്സ് കൺസെപ്റ്റ്സ് ഫോം ചെയ്യുന്നത്. ഇപ്പം എന്താണ് കൺസെപ്റ്റ്സ് എന്നുള്ളത് മനസ്സിലായല്ലോ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, പോയിന്റ്സ് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് നമ്മുടെ എമർജിംഗ് ട്രെൻഡ്സിൽ പഠിക്കാനുള്ളത്, കൺസെപ്റ്റ്സ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്.
ഇനി ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, സോ ടിൽ ദെൻ ബൈ ആൻഡ് ഓൾ ഓഫ് യു ടേക്ക് കെയർ. ഓക്കെ, ബൈ.